ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബുക്ക് കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ ബുക്ക് കീ ചെയിൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്ത്, നിങ്ങൾക്ക് വരയുള്ളതോ വരയില്ലാത്തതോ എന്ത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതിനെ കൊണ്ട് നമ്മൾ പേജ് ആക്കലാട്ടോ. ഇതിനെക്കൊണ്ടുള്ള പരിപാടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പേജ് ആക്കാം. നിങ്ങൾ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പേജ് ആക്കാൻ പറ്റും. നമുക്കൊന്ന് ഇതിനെക്കൊണ്ട് പേജ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ പേജ് ആക്കുന്ന, ഞാൻ ഇങ്ങനെ വരഞ്ഞിട്ട് ആട്ടോ പേജ് ആക്കണത്. അപ്പോൾ എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ആക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയാസ് വെച്ചിട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന്ന് പേജ് ആക്കട്ടെ. അപ്പോൾ കേസ് ഞാൻ ഇങ്ങനെ കുറച്ച് അധികം പേജ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജിൽ വെക്കാം. അടുത്തതായിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ നമുക്ക് എടുക്കാം. ഇങ്ങനത്തെ പേപ്പർ എടുത്തതിന് ശേഷം ഈ പേപ്പർ നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ അതൊന്ന് മുറിച്ചെന്ന് വെച്ചാൽ ചെറിയ ആവശ്യമുണ്ട് എനിക്കിനെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറുതൊരു കട്ടാക്കിയിട്ട് നമുക്കിങ്ങനെ മുറിച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ഇതിങ്ങനെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇതിൽ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കണ ഈ ഒരു പേജില്ലേ, എന്നിട്ട് ഇതിൽ നമുക്ക് ഇവിടെ പശയാക്കി കൊടുക്കാം, നമുക്ക് ഗമ്മാക്കി കൊടുക്കാം. സൂപ്പർ ഗ്ലൂ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഇത് ഗമ്മാണ് ആക്കി കൊടുക്കാൻ പോണത്. നമ്മൾ ഗമ്മാട്ടാം, സാധാ ഗമ്മ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വണ്ണത്തിലാണോ വേണ്ടത് അത്ര വണ്ണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതിങ്ങനെ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഈ പേപ്പർ എന്തിനാണ് മുറിച്ചെടുത്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കിടന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പേപ്പർ എനിക്കറിയില്ല കേട്ടോ, ഇത് ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കാം, നമ്മൾ ബാക്കി പേപ്പറാണ്. എന്നിട്ട് ഇതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. കുറേ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഈ ബുക്ക് നമുക്ക് അതിന് വെച്ച് കൊടുക്കാം, എന്നിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ പേജ് ഇതാ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മളെ ബുക്ക് ഇതാ ഇങ്ങനെയാണ് ബുക്ക് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഒരു പേജ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല കറക്റ്റ് ആക്കിയിട്ട് മുറിച്ച് കൊടുക്കണം ഗൈസ്. നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിതാ ഈ ഒരു ഈ പേജിനെ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കീ ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓട്ടയാക്കി കൊടുക്കാം. ഓട്ടയാക്കുന്ന സാധനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടയാക്കാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനത്തെ നമ്മുടെ എന്താ പറയുക കോമ്പസ് വെച്ചിട്ട് നോക്കിയിട്ട് ഇത് നോക്കണം ഗൈസ്. കാരണം ഇത് കൈയാണ്, കൈ മുറിഞ്ഞാൽ പിന്നെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതാ നല്ല ഒന്ന് വലിയൊരു ഓട്ട ആക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഓട്ട ആക്കണൊക്കെ കൊള്ളാം, ഓട്ട കീറിപ്പോറ് അത്രയേ ഉള്ളൂ. ഓട്ട ആക്കണൊക്കെ കൊള്ളാം, ഓട്ട കീറിപ്പോറ് ഗൈസ്. അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് ഓട്ട അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിനും കൂടുതൽ വേണമെങ്കിൽ ഇത് കൂടുതലാക്കി എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ഓട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ആക്കി കൊടുക്കാം. ഈ ബുക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഗമ്മെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഉള്ളിൽ ഗമ്മാക്കി കൊടുക്കാം. ഉള്ളിൽ ഗമ്മാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഒട്ടിച്ചു കൊടുക്കണമൊക്കെ കൊള്ളാം, ഇത് ഒട്ടി വരണം, അതാണ് ടാസ്ക്. അല്ലെങ്കിൽ സ്ട്രാപ്ലർ അടിച്ചു കൊടുത്താൽ മതി ഗൈസ്, വേഗം ഒട്ടി വരും. അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊരു ഉയർത്താം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഒരൊന്നുമില്ല, ഇനി നമുക്കിത് ആവശ്യമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യുക, കീ ചെയിൻ വേണം. കീ ചെയിൻ ഇല്ലാണ്ട് പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്കിതാ കീ ചെയിൻ ആക്കണം. നമുക്ക് അതിന് മുമ്പ് കീ ചെയിൻ ഗൈസ് പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ഈ കീ ചെയിൻ എന്ത് ചെയ്യുക, ഇതിനുള്ളിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതാക്കിയെടുത്ത് എനിക്ക് പശ തെറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലറാണ് അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഡിസൈനൊന്നും ചെയ്തെടുക്കുന്നില്ല, നമുക്കൊരു ക്യൂട്ട് കുട്ടിയെ ഒട്ടിച്ചെടുക്കാം. ബേസിൻ്റെ മുകളിൽ ഇതൊരു ക്യൂട്ട് കുട്ടി ഒട്ടിച്ചെടുക്കാം. ഇഷ്ടമുള്ളതാക്കാം. നമുക്ക് സ്റ്റിക്കറാ, ഇതൊരു കവായി സ്റ്റിക്കറാണ്. കവായി സ്റ്റിക്കർ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേസ്, ഈ ഉണ്ടാക്കാൻ പറ്റും ഒരു കിച്ചൺ. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, സെറ്റാണ്. അപ്പോൾ ഇത് ഗേസ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബുക്ക് കീ ചെയിൻ ഇതാ തയ്യാറായിട്ടുണ്ട്. ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക് യു.